ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. കർക്കിടക മാസമാണ്. സാധാരണ നമുക്കറിയാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനുള്ള പ്രതിവിധികളും ചെയ്യുന്ന ഒരു മാസമാണ്. അപ്പം കർക്കിടക കഞ്ഞിയാണ് പ്രധാനമായിട്ട് നമ്മൾ കർക്കിടകം എന്ന് പറയുമ്പോൾ അല്ലെ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇതിപ്പോ നമ്മൾ കർക്കിടക കഞ്ഞിയല്ല, കഞ്ഞി കൂടാതെ നമ്മൾ ഔഷധ എന്താ പറയുക ഉണ്ടകളൊക്കെ അല്ലെ, ഉണ്ടകള്, ലേഹ്യങ്ങള്, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ അമ്മ ഇത് ഉണ്ടാക്കി കഴിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ഉലുവ വെച്ചിട്ടുള്ളൊരു ലേഹ്യം. അപ്പൊ അത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. എളുപ്പമല്ലേ അമ്മ ഇത് ചെയ്യാനായിട്ട്? എളുപ്പമാണ്. പിന്നെ അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ശരീരവേദനയ്ക്ക് നല്ലതാണ്, വാദത്തിന് നല്ലതാണ്. ഈ വാദത്തിന് ഉലുവ തണുപ്പാന്ന് പറയല്ലേ, അപ്പൊ അത് വാദത്തിന് പ്രശ്നം ഉണ്ടാവും. അത് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ അതിന്റെ കോമ്പിനേഷൻ കൊണ്ട് നല്ലതായിട്ട് വെക്കാം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം അല്ലേ. നമ്മൾ 250 ഗ്രാം ഉലുവയോടുണ്ടാക്കുന്ന ലേഹ്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ ഇന്നലെ രാത്രി തന്നെ നല്ലപോലെ കഴുകി എന്നിട്ട് കഷ്ടിച്ച് വെള്ളം വരാൻ പാകത്തിന് ഒഴിച്ചു വെച്ച് കുതിർക്കണം. എന്നിട്ട് രാവിലെ കുക്കറിൽ വേവിച്ച്, കുക്കറിലല്ലേ? അപ്പൊ കുക്കറിലാകുമ്പോ എളുപ്പത്തിൽ വെന്ത് കിട്ടും അല്ലേ? കുക്കറിലാകുമ്പോ എളുപ്പത്തിൽ വെന്ത് കിട്ടും. കുക്കറിലേക്ക് ഇടുമ്പോ വെള്ളം വേണോ അതിന്? വെള്ളം വേണ്ട അല്ലേ? ഇച്ചിരി വെള്ളം ഉലുവയിലാന്നൊക്കെ നിന്ന് കഴുകി വെച്ചപ്പോ ഉള്ള വെള്ളം കുതിക്കാൻ വെച്ച ആ വെള്ളം കളയാതിരിക്കാനാ. അപ്പൊ നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി കറക്റ്റ് ആ ഒരു പാകത്തിന് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തോട് കൂടി കുക്കറിലേക്ക് ഇടുക അല്ലേ? നമ്മള് ഒരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുക്കണം. ആദ്യത്തെ പാല് നമ്മൾ മാറ്റി വെക്കണം. അതാണ് അത് മാറ്റി വെക്കണം. അത് നമുക്ക് അവസാനം ഒഴിക്കാനുള്ളതാണ്. രണ്ടാം പാല് പിഴിഞ്ഞ് ഇതിലൊഴിച്ചാണ് വേവിക്കുന്നത്. നമുക്ക് കുക്കറിൻ്റെ അകത്തിട്ടത് വേവിക്കാനായിട്ട് ഗ്യാസിൽ വെക്കാം. ഏകദേശം എത്ര വിസിൽ വേണം അമ്മേനിപ്പോ? അത് ആദ്യം ഒരു വിസില്, അത് കഴിഞ്ഞിട്ട് സിമ്മിലിട്ട് 2 വിസിലുണ്ട്. അങ്ങനെ ആദ്യം ഒരു വിസിലും സിമ്മിലിട്ട് 2 വിസിലൂടെ കേൾക്കണം അല്ലേ? നമ്മുടെ ഉലുവ ലേഹ്യത്തിന് കരിപ്പട്ടിയാണ് മധുരം ചേർക്കുന്നത്. അത് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചിട്ട് കരിപ്പട്ടിക്ക് ഇത്ര അളവുന്നുണ്ടോ അമ്മ? കരിപ്പട്ടി 250 ഉലുവായിക്ക് 400 ഗ്രാം, അതായത് ഒരു കരിപ്പട്ടി. ഒരു കരിപ്പട്ടി 400 ഗ്രാമാണ്. അത് പൊടിച്ചിട്ട് വരാം അല്ലേ? നമുക്ക് ഉലുവ ഇതിലേക്കിട്ട് ഉരുളിയിലിട്ട് നമുക്ക് വരട്ടുന്നതിന് തുടങ്ങാം. ഉലുവ വേവുന്നതിന് വെള്ളത്തിന് അളവുണ്ടോ? എങ്ങനെയാ വെള്ളം വെക്കുന്നത്? ഉലുവ വേകുന്നതിന് രണ്ടാമത്തെ തേങ്ങാപ്പാല് ഉലുവായുടെ കഷ്ടിച്ച് മതി. അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്കറിലിട്ട് ആണ് നമ്മൾ വേവിച്ചത്. ഒത്തിരി ആയാലും വരട്ടിയെടുക്കാനുള്ള ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ അത് ശർക്കരയും കൂടി ഇട്ട് കഴിയുമ്പോൾ കുറെ നേരം നിന്ന് പണിയേണ്ടി വരും. അത് കാരണം കൊണ്ടാണ് വെള്ളം കഴിയുന്നതും കുറച്ചാണ് ഏറ്റവും നല്ലത്. നമുക്ക് ശർക്കര ഉരുക്കാം. കരിപ്പെട്ടി അല്ലേ? നമുക്ക് കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയിട്ട് അതിലേക്ക് വേണം ഉലുവയുടെ ലേശം വെള്ളം മതി അല്ലേ? ശകലം വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് വരണ്ടു വരാൻ പാടാ. ശർക്കര ഉരുക്കി അതിലേക്ക് ഉലുവ ഇടുകയാണ്. മാത്രം വെള്ളം വന്നാൽ ഇതുപോലെ വെള്ളം വറ്റി കിട്ടാൻ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഇപ്പൊ ഏകദേശം എത്ര സമയം വേണ്ടി വരും? നല്ലോണം വരണ്ടു വരാനായിരിക്കും അല്ലേ? ഒരുമാതിരി ഒരു ലേഹ്യത്തിന്റെ പരുവാകണം. അതിന്റെ കയ്പൊക്കെ പോവോ? കയ്പ് ഈ മധുരവും തേങ്ങാപ്പാലും കൂടെ ചെല്ലുമ്പോ കയ്പ് കുറഞ്ഞത്. ഇപ്പം നമ്മുടെ ഉലുവ ഏകദേശം വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാല്, 1-ാം പാലും കൂടി ഒഴിച്ച് അല്പം കൂടി ഇളക്കണം. അധികം തിളയ്ക്കാൻ പാടില്ല. അധികം തിളയ്ക്കാൻ പാടില്ല. ഇളക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്നല്ലേ? ഇത് വറ്റിക്കൊന്നും വേണ്ട. വറ്റിക്കണ്ട, നല്ലപോലെ ചൂടായാൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് അല്പം ജീരകപ്പൊടി. അത് കണക്കുണ്ടോ അമ്മ? എത്രയാ? ഒരു ടീസ്പൂൺ ഒക്കെ വരും അല്ലേ? ഒരു ടീസ്പൂൺ തന്നെ വേണ്ട, ഒരു ടേസ്റ്റ് വരാൻ മാത്രം. ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി ഇച്ചിരി കൂടിയാലും അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് നിൽക്കുന്നേ ഉള്ളൂ അല്ലേ? ഒരല്പം ചുക്കുപൊടി. ചുക്കുപൊടി അധികം ഇടണ്ട, എരിവ് കൂടി വരും അല്ലേ? ചുക്കുപൊടി കുറച്ചിട്ടാ മതി. അപ്പൊ ഒരു 3/4 ടീസ്പൂണിന് മിച്ചം ജീരകപ്പൊടി. പിന്നെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം അല്ലേ? അത് കാരണം നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ ചുക്കുപൊടി ഒരു 1/4 ടീസ്പൂണ്
ധാരാളം മതി. അതിനൊരു ടേസ്റ്റിന് വേണ്ടി. ഇപ്പൊ ഇത് അധികം നേരം വേണമല്ലോ, ഓഫ് ആക്കി എടുക്കില്ലേ? ഇനി ഓഫാക്കാം. നല്ലൊരു ചൂടായല്ലോ. തിളക്കണ്ട, നല്ലോണം ഒന്ന് തിള പൊട്ടി വരുന്ന പോലെ വരുമ്പം ഓഫാക്കുക. ഇതിപ്പോ അല്ലേ, ഇതിപ്പം ചെയ്തു വന്നപ്പോ വളരെ ഈസി ആയിട്ട് തോന്നി. എല്ലാവർക്കും ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ അടപ്രധാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ അട വരട്ടുന്ന പോലെ അല്ലേ അമ്മേ? അതിലൊരു നമ്മളിങ്ങനെ വരട്ടി കഴിയുമ്പോ ഇങ്ങനെ നടുവിൽ നിന്ന് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഉരുളി കാണണം. തമ്മിൽ കൂട്ടി ഒന്ന് ചേരാനും പാടില്ല. ആ ഒരു പരുവത്തിലാകുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അമ്മ പറഞ്ഞ പൊടികളൊക്കെ ചേർക്കുക. പാല് ജസ്റ്റ് ഒന്ന് തിളച്ചെല്ലാത്തിനും കൂടെ ഒന്ന് ആവുന്നു. അതിന്റെ ഇതൊന്ന് മാറിയാ മതി. ആ പച്ച ഇതങ്ങ് മാറി ഒന്ന് ചെറുതായിട്ട് തിളച്ചു വരിക. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. അപ്പം ഇനിയും സമയം വൈകിട്ടില്ല. അപ്പൊ ഇത്രയും വേഗം ഇത് ഉണ്ടാക്കി കഴിക്കുക. അമ്മ പറഞ്ഞ പോലെ വാദസംബന്ധമായിട്ടുള്ള ശരീരവേദനയ്ക്കും ഒക്കെ നല്ലതാണ്. ഒക്കെ നല്ലതാണ്. അപ്പൊ അത് ചെയ്ത് നോക്കുക. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുക എന്നല്ല, ഗുണം ഉണ്ടാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇതിനിപ്പോ ഈ കർക്കിടകത്തിൽ മാത്രമേ ഇത് കഴിക്കാവുള്ളൂന്നുണ്ടോ? എന്നൊന്നുമില്ല, കർക്കിടകത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അല്ലാത്ത സമയത്ത് ഇത് ഉണ്ടാക്കി കഴിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം കർക്കിടകം എന്ന് മാത്രമല്ല, അപ്പൊ ഇനി മുന്നോട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ദേഹം വേദനയൊക്കെ മാറും. അപ്പം താങ്ക് യു.